Hello everyone. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രിയിലുള്ള ബോണ്ടിങ് ഇൻ മെറ്റൽ കാർബോണിൽസ് എന്ന ടോപ്പിക്കാണ്. സോ നമുക്കറിയാം മെറ്റൽ കാർബോണിൽ എന്ന് പറഞ്ഞാൽ അതിൽ കാർബൺ മോണോക്സൈഡാണ് ലിഗാൻഡായിട്ട് വരുന്നത്. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഗുഡ് സിഗ്മ ഡോണർ ആസ് വെൽ ആസ് എ പൈ അക്സെപ്റ്റർ ലിഗാൻഡ്. അത് എന്തുകൊണ്ടാണ് അതിനെ ഗുഡ് സിഗ്മ ഡോണറും പൈ അക്സെപ്റ്ററും എന്നൊക്കെ പറയാൻ കാരണം? ഓക്കെ, അതിൻ്റെ റീസൺ ഈ വരുന്ന സ്ലൈഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഗുഡ് പൈ അക്സെപ്റ്റർ ലിഗാൻഡാണ്. ഇപ്പോൾ കാർബൺ മോണോക്സൈഡ് പോലെ തന്നെ CN-, NO, C2H4 ഇതൊക്കെ ഗുഡ് പൈ അക്സെപ്റ്റർ ലിഗാൻഡ്സ് ആണ്. ഈ ഒരു പ്രോപ്പർട്ടി ഗുഡ് പൈ അക്സെപ്റ്റിംഗ് കേപ്പബിലിറ്റി ഓഫ് ഈ ഒരു CO ലിഗാൻഡ് അതെന്താണെന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ തരിക മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം ഓഫ് CO ആണ്. സോ വി ഹാവ് ടു കൺസിഡർ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം ഓഫ് CO. ഇനി ഇതിൽ ഇപ്പോൾ കാർബൺ മോണോക്സൈഡിൽ ഇപ്പോൾ കാർബൺ ആറ്റത്തിൻ്റെ കേസിലായാലും ഓക്സിജൻ ആറ്റത്തിൻ്റെ കേസിലായാലും അവർ അറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ടാവും. അത് കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്. സോ ആ മോളിക്കുലർ ഓർബിറ്റൽസ് വെച്ചിട്ടുള്ള ഡയഗ്രമാണ് മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം. അപ്പോൾ അറ്റോമിക് ഓർബിറ്റൽസ് എടുത്താൽ 2s and 2p ഓർബിറ്റൽസ് ഉണ്ടാകും കാർബണും ഓക്സിജനും. സോ ഈ ഒരു 2s and 2p അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിലുള്ള എനർജി ഡിഫറൻസ് സ്മോൾ ആണെങ്കിൽ, കുറവാണെങ്കിൽ അവിടെ ഒരു മിക്സിങ് നടക്കാൻ ചാൻസ് ഉണ്ട്. അതായത് എസും PZ ഓർബിറ്റൽസും തമ്മിലുള്ള മിക്സിങ്. സോ അങ്ങനെ എസും PZ ഓർബിറ്റൽസും ആയിട്ട് ഒരു മിക്സിങ് നടക്കാൻ ചാൻസ് ഉണ്ട് എനർജി ഡിഫറൻസ് കുറവാണെങ്കിൽ. അതായത് ദിസ് ഇസ് ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം ഓഫ് കാർബൺ മോണോക്സൈഡ്. അപ്പോൾ ഇതിൽ ഇവിടെ കാർബണിൻ്റെ മാത്രം അറ്റോമിക് ഓർബിറ്റൽ നമുക്കറിയാലോ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം എങ്ങനെ വരയ്ക്കുകയാണ്. ഇനി ഈ സൈഡിലുള്ളത് ഓക്സിജൻ്റെ മാത്രം അറ്റോമിക് ഓർബിറ്റൽസ്. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള നടുവിൽ കാണിച്ചിട്ടുള്ളതാണ് മോളിക്കുലർ ഓർബിറ്റൽസ്. സോ ഇപ്പോൾ ഇവിടെ 2s ഉം 2pയും ഉണ്ട്. ഇവിടെ 2s ഉം 2pയും തമ്മിലുള്ള എനർജി ഡിഫറൻസ് കുറവാണെങ്കിൽ അവിടെ ഒരു മിക്സിങ് നടക്കാനുള്ള, അതായത് ഇത് രണ്ട് തമ്മിൽ മിക്സിങ് നടന്നിട്ട് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. വെൻ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ 2s and 2p ഓർബിറ്റൽസ് ഈസ് സ്മോൾ ദർ വിൽ ബി എ മിക്സിങ് ഓഫ് s and PZ ഓർബിറ്റൽസ് തമ്മിലാണ് മിക്സിങ്. സോ സിൻസ് ദി എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ 2s and 2p ഓർബിറ്റൽസ് ഫോർ കാർബൺ ഈസ് സ്മോൾ, അതായത് ഈ ഒരു ഡയഗ്രത്തിൽ ഇതാണ് കാർബണിൻ്റെ അറ്റോമിക് ഓർബിറ്റൽസ്. ഇവിടെ 2s ഉം 2pയും തമ്മിലുള്ള എനർജി ഡിഫറൻസ് സ്മോൾ ആണ് കാർബണിൽ. ഓക്സിജനിൽ കുറച്ച് കൂടുതലാണ്. അത് അങ്ങനെ നമുക്ക് കൂടുതലായിട്ട് കാണിക്കാം. ഈ ഒരു എനർജി ഡിഫറൻസ് കൂടുതലാണ് 2s ഉം 2pയും തമ്മിൽ. എന്നാൽ കാർബണിൽ അത്ര എനർജി ഡിഫറൻസ് ഇല്ല. ഇത് രണ്ടും തമ്മിലുള്ള എനർജി ഡിഫറൻസ് കുറവാണ് 2s ഉം 2pയും തമ്മിൽ. സോ അതാണ് ഇവിടെ പറയുന്നത്. വെൻ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ 2s ഓക്കെ സിൻസ് എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ 2s and 2p ഓർബിറ്റൽസ് ഓഫ് for carbon is small, therefore the 2s and 2pz mixed orbitals on carbon mixed to produce 2spx mixed atomic orbitals. അതായത് ഇൻഡിവിജ്വൽ അറ്റോമിക് ഓർബിറ്റൽസ് ആയിട്ട് 2s ഉം 2pയും അവരുടെ തമ്മിലുള്ള എനർജി ഡിഫറൻസ് കുറവാണ്. കാർബണിലുള്ള അതിൻ്റെ എനർജി ഡിഫറൻസ് ആണ് കുറവ്. അപ്പോൾ കാർബണിൻ്റെ കേസിലുള്ള അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. കണ്ടല്ലോ അവിടെ 2s ഉം 2p ഓർബിറ്റൽസ് അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിലുള്ള എനർജി ഡിഫറൻസ് കുറവാണ്. Therefore, there is a chance for mixing of 2s and 2pz orbitals തമ്മിലൊരു മിക്സിങ് ഉണ്ടാവും. ആൻഡ് അത് മിക്സ്ഡ് ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസ് ഫോം ചെയ്യും. അപ്പോൾ രണ്ട് ഓർബിറ്റൽസ് ഇങ്ങനെ കമ്പൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ രണ്ട് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണ് ഫോം ചെയ്യുക, അല്ലെങ്കിൽ രണ്ട് മിക്സ്ഡ് അറ്റോമിക് ഓർബിറ്റൽസ് ആണ് ഫോം ചെയ്യുക. സോ ദേ പ്രൊഡ്യൂസ് 2spz മിക്സ്ഡ് ഓർബിറ്റൽസ്. സോ മിക്സ്ഡ് അറ്റോമിക് ഓർബിറ്റൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ കാണിക്കുന്നതാണ്. സോ ഇവർ തമ്മിലുള്ള എനർജി ഡിഫറൻസ് കുറവാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഇങ്ങനെ രണ്ട് spz 2spz ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഓക്കെ, സോ ഇതാണ് ആ മിക്സ്ഡ് ആയിട്ടുള്ള രണ്ട് മിക്സ്ഡ് അറ്റോമിക് ഓർബിറ്റൽസ്, അല്ലെങ്കിൽ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് എന്നും പറയാം. The higher energy spz orbital on carbon is closer in energy to its pure 2pz orbital and therefore has major contribution from it, whereas the lower energy spz orbital of carbon is closer to its pure 2s orbital and therefore has major contribution from it. ഇങ്ങനെ ഫോം ചെയ്തതിൻ്റെ എന്ന് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യാം.
സോ ഈ മിക്സ്ഡ് അറ്റോമിക് ഓർബിറ്റലിൽ ഇപ്പോൾ ഇത് ലോവർ എനർജി ആയിട്ടുള്ള മിക്സ്ഡ് അറ്റോമിക് ഓർബിറ്റൽ, ഇതാണ് ഹയർ എനർജി ആയിട്ടുള്ള sp z മിക്സ്ഡ് അറ്റോമിക് ഓർബിറ്റൽ. സോ ഈ 2sp(z)ന് കാർബണിൻ്റെ 2s ഓർബിറ്റലുമായിട്ടാണ് എനർജി ഡിഫറൻസ്, അതായത് ഇവർ തമ്മിലുള്ള എനർജിയാണ് ഏകദേശം സിമിലർ ആയിട്ട് വരുന്നത്. സോ ഇതിൻ്റെ കോൺട്രിബ്യൂഷനാണ്, ഈ 2sൻ്റെ കോൺട്രിബ്യൂഷൻ ആയിരിക്കും ഇതിലേക്ക് കൂടുതൽ ഉണ്ടാവുക, അതായത് ലോവർ എനർജിയിലുള്ളത്. ഇനി ഹയർ എനർജിയിലുള്ള 2sp(z) ഓർബിറ്റലിൽ 2p ഓർബിറ്റൽ ഓഫ് കാർബണുമായിട്ടാണ് എനർജി ഡിഫറൻസ് എനർജി സിമിലർ ആയിട്ടുള്ളത്. സോ ഇവിടുത്തെ മേജർ കോൺട്രിബ്യൂഷൻ ഇവിടെ നിന്നാണ്. ഓക്കെ, ഇവിടെ ഈ കോൺട്രിബ്യൂഷൻ കുറവാണ് ഹയറിൽ. സോ ഹയറിൽ 2p എന്നുള്ള കോൺട്രിബ്യൂഷനാണ് കൂടുതൽ. സോ അതാണ് ഈ ഒരു സെൻറ്റൻസിൽ പറയുന്നത്. ഹയർ എനർജി sp(x) ഓർബിറ്റൽ ഓൺ കാർബൺ ഈസ് ക്ലോസർ ഇൻ എനർജി ടു ഇറ്റ്സ് പ്യുവർ 2p(z) ഓർബിറ്റൽ. അതായത് ഹയർ എനർജിയിലിരിക്കുന്ന, ഇതാണ് ഹയർ എനർജിയിലിരിക്കുന്ന 2sp(z) ഓർബിറ്റൽ. ഇതിന് ഈ 2p പ്യുവർ ആയിട്ടുള്ള 2p(z) ഓർബിറ്റലുമായിട്ടാണ് എനർജി, ഇവരുടെ തമ്മിലുള്ള എനർജിയാണ് ക്ലോസർ ആയിട്ടുള്ളത്. സോ ഇവിടെ നിന്നുള്ള കോൺട്രിബ്യൂഷനാണ് കൂടുതൽ, അത്രേ പറയുന്നുള്ളൂ. therefore has major contribution from it. എന്നാൽ നമുക്ക് കണ്ടല്ലോ ലോവർ sp(z) ഓർബിറ്റൽ ഓഫ് കാർബൺ ഈസ് ക്ലോസർ ടു ഇറ്റ്സ് പ്യുവർ 2s ഓർബിറ്റൽ. അപ്പോൾ അവിടെ നിന്നുള്ള കോൺട്രിബ്യൂഷനാണ് മേജർ കോൺട്രിബ്യൂഷൻ. ഓക്കെ, നൗ സിമിലർലി 2s and 2p(z), ഇപ്പോൾ ഓക്സിജൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ 2s and 2p(z) ഓർബിറ്റൽസ് ഓഫ് ഓക്സിജന് മിക്സ് ചെയ്യും. പക്ഷെ ഇത് സെയിം എക്സ്റ്റെൻറ്റ് ആയിരിക്കില്ല, കാരണം ഓക്സിജൻ്റെ 2sഉം 2p(z)ഉം തമ്മിൽ കുറച്ച് എനർജി ഡിഫറൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു എക്സ്റ്റെൻറ്റ് ഓഫ് മിക്സിങ് അതിനനുസരിച്ചിട്ട് കുറയും. അതത്ര കാർബൺ അത്ര ഇഫക്റ്റീവ് അല്ല. എനിവേ അവിടെ മിക്സിങ് നടക്കും. ഓക്കെ, orbitals of carbon mix because the energy difference between 2s and 2p(z) orbitals on oxygen is higher than that between the same atomic orbitals of carbon. ഓക്കെ, അവരുടെ എനർജി ഡിഫറൻസ് കൂടുതലാണ്, അതുകൊണ്ട് മിക്സിങ് നടക്കില്ല എന്നല്ല, മിക്സിങ് നടക്കും, എന്നാൽ അത്ര കാർബണിൻ്റെ അത്ര മിക്സിങ് നടക്കില്ല. സോ 2 mixed sp(z) orbitals are formed. ഇത് 2sഉം 2p(z) ഓർബിറ്റൽ ഓഫ് ഓക്സിജൻ ഇനി പറയാം. സോ അത് തമ്മിൽ മിക്സ് ചെയ്താലും 2 sp(z) ഓർബിറ്റൽസ് ഫോം ചെയ്യും. ദി ഹയർ എനർജി sp(z) ഓർബിറ്റൽ ഓഫ് ഓക്സിജൻ ഈസ് ക്ലോസർ ടു ഇറ്റ്സ് പ്യുവർ 2p(z) ഓർബിറ്റൽ ആൻഡ് ഹാസ് മേജർ കോൺട്രിബ്യൂഷൻ ഫ്രം ഇറ്റ്. അതായത് ഇനിയിപ്പോൾ ജസ്റ്റ് ഓക്സിജൻ്റെ കേസ് മാത്രമാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. ഇതിൻ്റെ 2s ഓർബിറ്റലും ഇതിൻ്റെ പ്യുവർ 2p അറ്റോമിക് ഓർബിറ്റൽസും മിക്സ് ചെയ്തിട്ട് 2 sp(z) ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഇനി അതിലും ഹയർ sp(z) ഓർബിറ്റലുണ്ട്, ലോവർ എനർജിയിലുള്ള sp(z) ഓർബിറ്റലും ഉണ്ട്. സോ ഹയർ sp(z) ആയിട്ടുള്ള മിക്സ്ഡ് അറ്റോമിക് ഓർബിറ്റലിന് 2p ആയിട്ടുമാണ് പ്യുവർ 2p അറ്റോമിക് ഓർബിറ്റലുമായിട്ടാണ് ക്ലോസർ ഇൻ എനർജി. So it has contribution from this particular atomic orbital. And lower മിക്സ്ഡ് അറ്റോമിക് ഓർബിറ്റൽ, അതായത് ലോവർ എനർജിയുള്ള 2p(z) മിക്സ്ഡ് അറ്റോമിക് ഓർബിറ്റലിന് 2sആയിട്ടാണ് എനർജി ക്ലോസ് ആയിട്ടുള്ളത്, അല്ലേ? ഇത് ഈ ഒരു എനർജിയാണ് അടുത്തടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജിയാണ് സിമിലർ. സോ ഇതിന് കോൺട്രിബ്യൂഷൻ കൂടുതലും 2sആയിട്ടാണ്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഈസ് സേയിങ് ഇൻ ദിസ് ഇൻ ദിസ് സെൻറ്റൻസ്. Higher energy sp(z) orbitals of oxygen is closer to its pure 2p(z) orbital and has major contribution from it, whereas the lower energy sp(z) orbital of oxygen is closer to its pure 2s orbital. അതുകൊണ്ട് it has major contribution from it. Okay, now oxygen is more electronegative than carbon, so the energies of orbitals of oxygen are lower than that of similar atomic orbitals of carbon. So ഇതിപ്പോൾ ഇവിടെ നമുക്കറിയാം മൊളിക്കുലർ ഓർബിറ്റൽ, നമ്മൾ ചെറിയ ക്ലാസ്സസ് മുതൽ പഠിക്കുന്നതാണ്. കാർബൺ മോണോക്സൈഡ് പോലുള്ള മൊളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രം വരയ്ക്കുമ്പോൾ ഓക്സിജൻ്റെ എനർജി കുറവായിട്ടാണ് അതിൻ്റെ അറ്റോമിക് ഓർബിറ്റൽസിന് എനർജി വരിക. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഓക്സിജൻ. ഓക്കെ, ഹയർ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഓക്സിജൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കണ്ടോ, കാർബണിൻ്റെ ഇത്രയും ഹൈ എനർജിയിലാണ് അതിൻ്റെ അറ്റോമിക് ഓർബിറ്റൽസ് നിൽക്കുന്നതെങ്കിൽ ഓക്സിജൻ്റെ അത് കുറഞ്ഞിട്ടാണ് അതിൻ്റെ പ്യുവർ അറ്റോമിക് ഓർബിറ്റൽസ് നിൽക്കുന്നത്. സോ ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഓക്സിജൻ. ഓക്കെ, ദി ലോവർ മിക്സ്ഡ് sp(z) orbital of carbon is comparable in energy with the higher
എനർജി മിക്സ്ഡ് sp z ഓർബിറ്റൽ ഓഫ് ഓക്സിജൻ. ഇനിയിപ്പോൾ നമ്മൾ ഈ sp z ഓർബിറ്റലും ഓഫ് കാർബണും ഓക്സിജനും ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. മുന്നത്തെ പാരഗ്രാഫിലൊക്കെ ഇൻഡിവിജ്വൽ കാർബണിൻ്റെ മിക്സ്ഡ് അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിൽ അങ്ങനെ അതിൻ്റെ പ്യുവർ ഓർബിറ്റൽസ് തമ്മിൽ അങ്ങനെ കമ്പയർ ചെയ്തു. ഓക്സിജൻ്റെ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് കാർബണിൻ്റെയും ഓക്സിജൻ്റെയും വെച്ചിട്ടുള്ള ഏതൊക്കെ അറ്റോമിക് ഓർബിറ്റൽസ് ആണ് സിമിലർ എനർജി കമ്പാരബിൾ എനർജി ഉള്ളത് എന്ന് നോക്കുകയാണ്. So lower energy mixed sp z orbital of carbon is comparable in energy with the higher mixed sp z orbital of oxygen. അതായത് ഈ കാർബണിൻ്റെ ഈ sp z ഓർബിറ്റൽ ലോവർ ഉള്ള sp z ഓർബിറ്റൽ എടുത്താൽ അതിന് ഇതിന് ഏകദേശം സിമിലർ എനർജി ഉള്ളതിൻ്റെ അടുത്തായിട്ട് ഏകദേശം എത്തുന്നത് ഈ ഒരു ഹയർ sp z ഓർബിറ്റൽ ഓഫ് ഓക്സിജൻ ആണ്. സോ ഇത് രണ്ടുമാണ് കമ്പയറബിൾ എനർജീസ് ഉള്ളത്. സോ ഈ കമ്പയറബിൾ എനർജീസ് ഉള്ളത് അത് തമ്മിലാണ് മിക്സ് ചെയ്യുക. ഓക്കെ, അത് കമ്പയറബിൾ എനർജി ഉള്ളതും പ്രോപ്പർ സിമെട്രി ഉള്ളതും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യുക. സോ ഈ ലോവർ എനർജിയുള്ള sp z ഓർബിറ്റൽ ഓഫ് കാർബൺ ഹയർ എനർജി ഓഫ് sp z മിക്സ്ഡ് അറ്റോമിക് ഓർബിറ്റൽ ഓഫ് ഓക്സിജനുമായിട്ടാണ് സിമിലർ എനർജി ക്ലോസ് ആയിട്ട് വരുന്നത്. സോ ദേ കമ്പൈൻ ടുഗെദർ ടു ഫോം എ മോളിക്കുലർ ഓർബിറ്റൽ. The two orbitals of same symmetry and comparable energies combine linearly to form sigma bonding and anti-bonding molecular orbitals. So ഇതും 2sp z lower energy ഉള്ള കാർബണിൻ്റെ ഇതും ഓക്സിജൻ്റെ 2sp z ഇതാണ് അടുത്തടുത്ത എനർജി ഉള്ളത്. സോ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ലീനിയർലി ഇത് കമ്പൈൻ ടു ഫോം എ സിഗ്മ ബോണ്ടിങ്. സിഗ്മ ഇപ്പോൾ ഇതിങ്ങനെ ഫോം ചെയ്ത് അത് സിഗ്മ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും ഫോം ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഹൈ എനർജിയുള്ള സിഗ്മ സ്റ്റാർ ആൻറ്റി ഇപ്പോൾ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്താൽ ഒബ്വിയസ്ലി there will be an anti-bonding molecular orbital. So this is the anti-bonding molecular orbital which has highest energy. Okay, so that is the അപ്പോൾ ഈ ഒരു ഇത് കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് മോളിക്കുലർ ഓർബിറ്റൽസ് വരയ്ക്കാൻ പറ്റും. നൗ the lower energy sp z orbital on oxygen and higher energy sp z orbital on carbon are far apart. So അതായത് എനർജി ഡിഫറൻസ് കൂടുതലാണ്. Do these orbitals have same symmetry? They do not combine and therefore these orbitals remain almost non-bonding rather than combining to give molecular orbitals. ഓക്കെ, ഇതെന്താ പറയണതെന്ന് വെച്ചാൽ ദിസ് ഇസ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലോവർ എനർജിയും ഇതിൻ്റെ ഹയർ എനർജിയും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് സിഗ്മ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും സിഗ്മ സ്റ്റാർ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും ഫോം ചെയ്തു. അത് ഓക്കെ. ഇനി കാർബണിന് ഹയസ്റ്റ് അറ്റോമിക് ഹയർ എനർജിയുള്ള മിക്സ്ഡ് അറ്റോമിക് ഓർബിറ്റൽ ഉണ്ട്, അതാണ് ഈ 2sp z. അതുപോലെ ഈ 2sp z ഇതിന് കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇതിന് ബാക്കിയുള്ളത് ഈ ഒരു ലോവർ എനർജി 2sp z ആണ്. ഇതിന് രണ്ട് തമ്മിൽ എന്തായാലും കമ്പൈൻ ചെയ്യാൻ പറ്റില്ല, കാരണം എനർജി ഡിഫറൻസ് നല്ലോണം കൂടുതലാണ്. ഓക്കെ, അത് കമ്പൈൻ ചെയ്യില്ല, കാരണം പ്രോപ്പർ സിമെട്രി ഉണ്ടെങ്കിൽ പോലും രണ്ടും sp z തന്നെയാണ്. പ്രോപ്പർ സിമെട്രി ഉണ്ടെന്ന് കമ്പാരബിൾ മീൻസ് പ്രോപ്പർ സിമെട്രി ഉണ്ടെന്ന് കമ്പാരബിൾ എനർജീസ് അല്ല, രണ്ട് തമ്മിൽ നല്ല എനർജി ഡിഫറൻസ് ഉണ്ട്. സോ അത് നോൺ ബോണ്ടിങ് സിഗ്മ ഓർബിറ്റലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്, അതാണ് ഫോം ചെയ്യുക. ഓക്കെ, നോൺ ബോണ്ടിങ് സിഗ്മ മോളിക്കുലർ ഓർബിറ്റലാണ് അത് ഫോം ചെയ്യുക, കാരണം അവർക്ക് തമ്മിൽ കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഈ ഒരു കാർബണിൻ്റെ ഹയർ 2sp z മിക്സ്ഡ് അറ്റോമിക് ഓർബിറ്റൽ ഒരു സിഗ്മ നോൺ ബോണ്ടിങ് അറ്റോമിക് ഓർബിറ്റലായിട്ട് എക്സിസ്റ്റ് ചെയ്യും, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സിഗ്മ NB പറയുന്നത് സിഗ്മ നോൺ ബോണ്ടിങ് ആണ്. ഇനി ഓക്സിജൻ്റെ ലോവർ മിക്സ്ഡ് അറ്റോമിക് ഓർബിറ്റൽ 2sp z ലോവർ എനർജി ഉള്ളത്, അതും നോൺ ബോണ്ടിങ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക, അത് സിഗ്മ നോൺ ബോണ്ടിങ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇപ്പം നമുക്ക് ഒരു സിഗ്മ ബോണ്ടിങ് കിട്ടി, ഒരു സിഗ്മ ബോണ്ടിങ് ഓർബിറ്റൽ കിട്ടി, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ കിട്ടി, രണ്ട് സിഗ്മ നോൺ ബോണ്ടിങ് ഓർബിറ്റൽസും കിട്ടി. ഓക്കെ, സോ യാ
അതാണ് പറഞ്ഞത് സെയിം സിമെട്രി ഉണ്ടെങ്കിൽ പോലും ദേ ഡു നോട്ട് കമ്പൈൻ ആൻഡ് ദെയർഫോർ അത് നോൺ ബോണ്ടിങ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അത് കമ്പൈൻ ചെയ്യില്ല, നോൺ ബോണ്ടിങ് മൊളിക്കുലർ ഓർബിറ്റൽസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് അത് ഓക്സിജനിലും അപ്പോൾ ഈ നോൺ ബോണ്ടിങ് എന്ന് പറയുന്നത് കാർബണിലും സിഗ്മ നോൺ ബോണ്ടിങ് ഉണ്ട്, ഓക്സിജനിലും സിഗ്മ നോൺ ബോണ്ടിങ് ഉണ്ട്. സോ അത് നോൺ ബോണ്ടിങ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും, ലോക്കലൈസ്ഡ് ആണ് ഓൺ ഓക്സിജൻ ആൻഡ് രണ്ടിലുള്ളതുകൊണ്ട് കാർബണിലും ഓക്സിജനിലും നോൺ ബോണ്ടിങ് ഉണ്ട്, അത് ലോക്കലൈസ്ഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. ഓക്കെ, അതിലാണ് മറ്റേ ലോൺ പെയർ വരുന്നത്, അതിലാണ്. ഡീലോക്കലൈസ്ഡ് അല്ല, ആക്ച്വലി നോൺ ബോണ്ടിങ്ങിൽ ലോൺ പെയർ ഉള്ളതുകൊണ്ട് അത് ലോക്കലൈസ്ഡ് ആണ്. ഓക്കെ, നോൺ ബോണ്ടിങ്ങിലാണ് നമ്മൾ ലോൺ പെയർസ് പറയുക. On the other hand, non-bonding sp-z orbital on carbon is closer in energy to pz orbital of carbon, therefore it has characteristic 2pz orbital characteristics of 2pz orbital on carbon. ഇതിന് എനർജി കമ്പയർ ചെയ്യുന്നതിനുള്ള, അതായത് കാർബണിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ള സിഗ്മ നോൺ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിന് ഇതിന് എനർജി കൂടുതലും സിമിലർ 2pz ഓർബിറ്റൽ ഓഫ് കാർബണുമായിട്ടാണ്. സോ ആ 2pz ഓർബിറ്റലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും സിഗ്മ നോൺ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഫോംഡ് ഫ്രം കാർബൺ അതിനുണ്ടാവുക. അതുപോലെ ഓക്സിജനിൽ ഫോം ചെയ്തിട്ടുള്ള നോൺ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിന് എസിൻ്റെ ക്യാരക്ടർ, ഇത് രണ്ടാണ് ക്ലോസർ ഇൻ എനർജി. അതുകൊണ്ട് ഓക്സിജൻ്റെ എസ് അറ്റോമിക് ഓർബിറ്റലിലെ ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും ഈ സിഗ്മ എൻ ബിക്ക് ഉണ്ടാവുക. അത് അത്രേ പറയുന്നുള്ളൂ. ഫുൾ ഈ ഡയഗ്രാം വെച്ചിട്ട് എനർജീൻ്റെ അങ്ങനെ കമ്പാരിസൺ ചെയ്യണമെന്നേ ഉള്ളൂ. ഇനി നോൺ ബോണ്ടിങ് മൊളിക്കുലർ ഓർബിറ്റൽസ് എല്ലാം ലോൺ പെയേഴ്സാണ് അതിൽ ഒക്യുപ്പൈ ചെയ്യുന്നത്. അത് നമുക്കറിയാലോ, ലോക്കലൈസ്ഡ് ആണ്. അപ്പോൾ അതിൽ നോൺ ബോണ്ടിങ് മൊളിക്കുലർ ഓർബിറ്റൽസിൽ അതിൽ കാർബണിൽ നിന്ന് ഫോം ചെയ്തതിൽ കാർബണിൻ്റെ ലോൺ പെയേഴ്സും ഓക്സിജനിൽ നിന്ന് ഫോം ചെയ്തതിൽ ഓക്സിജൻ്റെ ലോൺ പെയേഴ്സും ആണ്. ആൻഡ് ആർ ഡയറക്റ്റഡ് അവേ ഫ്രോം ദി CO bond. The degenerate 2py orbitals on carbon and same degenerate 2py orbitals on oxygen have pi symmetry. അതായത് ഇപ്പോൾ നമ്മൾ എസിനെയും pzയും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള മോളിക്കുലർ ഓർബിറ്റൽസ് തന്നെ ഫോം ചെയ്യുക. ഇനി പിയിൽ pz പുറമെ pxഉം pyയും ഉണ്ട്. അതിലെന്താണെന്ന് വെച്ചാൽ ഈ ഡീജനറേറ്റ് ആയിട്ടുള്ള സെയിം എനർജിയാണ് 2pxഉം 2py ഓർബിറ്റൽസിനും. അത് കാർബണിലും ഉണ്ട്, എന്നാൽ ഓക്സിജനിലും ഉണ്ട്. സോ അത് അതിന് പൈ സിമെട്രിയാണ് ഉള്ളത്. അപ്പോൾ ഈ രണ്ട് ഓർബിറ്റൽസും കാർബണിൻ്റെ ഈ ഡീജനറേറ്റ് ആയിട്ടുള്ള ഓർബിറ്റൽസും ഓക്സിജൻ്റെ ഈ ഒരു ഓർബിറ്റൽസും കമ്പൈൻ ചെയ്യും. ഓക്കെ, അവരുടെ രണ്ട് സെയിം ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് ടു ഡീജനറേറ്റ് പൈ ബോണ്ടിങ് മൊളിക്കുലർ ഓർബിറ്റലും ഫോം ചെയ്യും. ഡീജനറേറ്റ് ആയിട്ടുള്ള രണ്ട് പൈ ആൻറ്റി ബോണ്ടിങ് പൈ സ്റ്റാർ ഓർബിറ്റൽസും ഫോം ചെയ്യും. സോ ദാറ്റ് ഈസ് ഹൗ പൈ ബോണ്ട് ഇസ് ഫോംഡ്. അതായത് ബാക്കിയുള്ള അപ്പോൾ sp-zൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ബാക്കിയുള്ള px py ഡീജനറേറ്റ് അറ്റോമിക് ഓർബിറ്റൽസ് ആണ്. ഇത് ഈ px py എന്നുള്ള ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ കാർബണിൻ്റെയും ഓക്സിജൻ്റെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് π1 π2 എന്നുള്ള ബോണ്ടിങ് മൊളിക്കുലർ ഓർബിറ്റലും ഫോം ചെയ്യും. π3 സ്റ്റാർ π4 സ്റ്റാർ എന്നുള്ള ആൻറ്റി ബോണ്ടിങ് മൊളിക്കുലർ ഓർബിറ്റൽസും ഫോം ചെയ്യും. ഓക്കെ, the lower energy atomic orbitals of oxygen contribute more to the bonding molecular orbital and the higher energy atomic orbital of carbon contributes more to the anti-bonding molecular orbitals. അതായത് ഈ ഡയഗ്രാം വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ π1 π2 എന്ന് പറയുന്ന ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് കൂടുതലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓക്സിജൻ്റെ ഈ ഓർബിറ്റലുമായിട്ടാണ്. കാരണം ഇതാണ് ക്ലോസർ ഇൻ എനർജി ഉള്ളത്. സോ ഇതിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്നത് ഓക്സിജൻ്റെ അറ്റോമിക് ഓർബിറ്റൽസിൽ നിന്നാണ്. അതുപോലെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് കൂടുതലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഹയർ എനർജിയുള്ള കാർബണിൻ്റെ അറ്റോമിക് ഓർബിറ്റൽസിൽ നിന്നാണ് ഈ ഒരു മോളിക്കുലർ ഓർബിറ്റലിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഓക്കെ, അതാണ് ലോവർ എനർജി അറ്റോമിക് ഓർബിറ്റൽ ഓഫ് ഓക്സിജൻ ആണ് കോൺട്രിബ്യൂട്ട് മോർ ടു ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. അറിയാലോ, π1നും π2 ബോണ്ടിങ്ങിന് ഓക്സിജനിൽ നിന്നാണ് കോൺട്രിബ്യൂഷൻ കൂടുതൽ. കാർബണിൻ്റെ ആൻറ്റി ബോണ്ടിങ്ങിന് കാർബണിൽ നിന്നാണ് കോൺട്രിബ്യൂഷൻ കൂടുതൽ. അതും നമ്മൾ നമ്മൾ ഡയഗ്രാം വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷനാണ്. Therefore, in CO, the bonding molecular orbitals will have the characteristic of orbitals of oxygen. അത് പറയാം, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിനുള്ളത് ക്യാരക്ടർ ഓഫ് ഓർബിറ്റൽസ് ഓഫ് ലെസ് ഇലക്ട്രോനെഗറ്റീവ് കാർബൺ, ആൻഡ് ദിസ് ഇസ് ഡ്യൂ ടു ദ കൺസർവേഷൻ ഓഫ് ഓർബിറ്റൽസ്. നൗ
ഇവിടെ ബോണ്ടിങ് പൈ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിഗറാണിത്. ആൻഡ് പൈ ഒരു ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിനെ റെപ്രസെൻറ്റ് ചെയ്ത് കാർബണിലും ഓക്സിജൻ്റെയും പൈ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. Now, singly filled sp,z and px orbitals on each atom form a sigma and a pi bond respectively. So, ഇത് സിംഗ്ലി ഫിൽഡ് ആയിട്ടുള്ള ഈ രണ്ട് ഓർബിറ്റലിൽ നിന്നും സിഗ്മ ആൻഡ് പൈ ബോണ്ട് എസ് പി സെഡിൽ നിന്നും സിഗ്മ ബോണ്ടും പി എക്സ് ഓർബിറ്റൽസിൽ നിന്ന് പി എക്സ് ഓർബിറ്റലാണ്, അതിൽ നിന്ന് പൈ ബോണ്ടും ഫോം ചെയ്യുന്നുണ്ട്. This leaves the py orbital empty on carbon and കാർബണിലുള്ള py orbital empty ആണ്. പി എക്സിൽ സിംഗിളി ഓക്യുപ്പൈഡ് ആണ്, എന്നാൽ പി വൈയിൽ അതിൻ്റെ ഓർബിറ്റൽ empty ആണ്. ആൻഡ് ഡബ്ല്യു ഫീൽഡ് പി വൈ ഓക്സിജനിൽ ഡബ്ല്യു ഫീൽഡ് ആയിട്ടുള്ള ഇപ്പോൾ കോൺഫിഗറേഷൻ നോക്കി അറിയാം. ഓക്സിജൻ്റെ ഒരു പി ഓർബിറ്റിൽ അത് പി വൈ ആണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതിൽ ഡബ്ല്യു ഫീൽഡ് ആയിട്ടുള്ള ഡബ്ല്യു ഫീൽഡ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. സോ കാർബണിൽ പി വൈ ഓർബിറ്റൽ എംടിയും ഓക്സിജനിൽ അത് ഡബ്ല്യു ഫീൽഡും ആണ്. സോ ഇത് പി വൈ ഓർബിറ്റൽ ഓൺ ഓക്സിജൻ. അപ്പോൾ അവിടെ ഓക്സിജനിലുള്ള പി വൈ ഓർബിറ്റൽ എം ടി പി വൈ ഓർബിറ്റൽ ഓഫ് കാർബണിലോട്ട് ഡൊണേറ്റ് ചെയ്യും അല്ലേ. എം ടി ആയിട്ടുള്ളതിലേക്ക് കാർബണിൻ്റെയാണ് എം ടി പി വൈ ഓർബിറ്റൽ. അപ്പോൾ ഓക്സിജന് അതിൽ ഫീൽഡാണ്, ഡബ്ല്യു ഫീൽഡാണ്. സോ അതിൽ ഡൊണേറ്റ് ചെയ്യും. ദ പി വൈ ഓർബിറ്റൽ ഓൺ ഓക്സിജൻ ഡൊണേറ്റ്സ് ഇറ്റ്സ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ടു ദി എം ടി പി വൈ ഓർബിറ്റൽ ഓഫ് കാർബൺ. അപ്പോൾ അത് അങ്ങനെ ഡൊണേറ്റ് ചെയ്താൽ അത് ഫോം ചെയ്യുന്നത് കോർഡിനേറ്റ് ബോണ്ടാണല്ലേ. ഒരു ആറ്റത്തിൽ നിന്ന് വേറെ ഇതിലേക്ക് ഡൊണേഷൻ അങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്നത് വഴി കോർഡിനേറ്റ് ബോണ്ട് അല്ലെങ്കിൽ ഡേറ്റീവ് ബോണ്ടാണ് ഫോം ചെയ്യുക. സോ അങ്ങനെ ട്രിപ്പിൾ ബോണ്ട് ഓയിൽ ഒരു നമുക്ക് അറിയാമല്ലോ അതിൻ്റെ ഇതിൽ ഒന്ന് കോർഡിനേറ്റ് ബോണ്ടാണ്. ഓക്സിജനിൽ നിന്ന് കാർബണിലോട്ട് വരുന്നൊരു കോർഡിനേറ്റ് ബോണ്ടാണ് ഒരെണ്ണം ഫോം ചെയ്യുക. സോ അതൊക്കെയാണ് ഇവിടെ റിപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതിലിവിടെ ലോൺ പെയർ കാർബണിലും ഓക്സിജനിലും ലോൺ ആൻറ്റി ബോണ്ടിങ്ങിലല്ല മറ്റേ നോൺ ബോണ്ടിങ്ങിൽ ലോൺ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൽ ലോൺ പെയേഴ്സ് ഉണ്ട്. ആ ലോൺ പെയേഴ്സിനെയും റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ആ ഡേറ്റീവ് ബോണ്ട് എന്ന് പറയുന്നത് ഫോം ചെയ്തിട്ടുള്ള ഡേറ്റീവ് ബോണ്ട് അല്ലെങ്കിൽ ആ കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ പൈ ബോണ്ട്. അപ്പോൾ ഒരു സിഗ്മ ബോണ്ടും രണ്ട് പൈ ബോണ്ടും ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഡേറ്റീവ് ബോണ്ട് ലീഡ്സ് ടു എ C-O+ പോളറൈസേഷൻ. കാരണം ഓക്സിജൻ കാർബണിലോട്ട് ഡൊണേറ്റ് ചെയ്യാണ് ഇലക്ട്രോൺസ്. അപ്പോൾ കാർബണിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. അതുകൊണ്ടാണ് C-O+ എന്നുള്ളൊരു ഓക്സിജൻ ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഓക്സിജന് പോസിറ്റീവ് ചാർജ്. അപ്പോൾ അവിടെ C-O+ എന്നുള്ളൊരു പോളറൈസേഷൻ കോസ് ചെയ്യും ഈ ഒരു ഡേറ്റീവ് ബോണ്ട് കാരണം. അതാണ് ഇവിടെ പറയുന്നത് കണ്ടോ, C-O+ എന്നുള്ളൊരു പോളറൈസേഷൻ കോസ് ചെയ്യും CO മോളിക്യൂൾ കാർബൺ മോണോക്സൈഡ് മോളിക്യൂളിൽ. സോ അത് പക്ഷേ ഇങ്ങനെ C-O+ ഓക്സിജനാണ് മോർ ഇലക്ട്രോ നെഗറ്റീവ്. ഇതൊരിക്കലും പോസിബിൾ അല്ലാത്തൊരു പോളറൈസേഷനാണ്. ആ ഡേറ്റീവ് ബോണ്ട് കാരണം ജസ്റ്റ് ഇങ്ങനെ ഒരു C-O+ എന്നുള്ളൊരു പോളറൈസേഷൻ ലീഡ് ചെയ്യുകയാണ്. പക്ഷെ അത് പെട്ടെന്ന് തന്നെ ഇറ്റ് ഈസ് എക്സാക്ട്ലി ക്യാൻസൽഡ് ബൈ ആൻ ഓപ്പോസിറ്റ് പോളറൈസേഷൻ. അപ്പോൾ ഇവിടെ C-O+ എന്നുള്ള ഈ ഒരു പോളറൈസേഷൻ പറ്റില്ല. അപ്പോൾ തന്നെ അത് ക്യാൻസൽ ചെയ്യും. എന്നിട്ട് C+O- പോളറൈസേഷൻ ഇതാണ് കറക്റ്റ് പോളറൈസേഷൻ. സോ ഇതാക്കും. അതെങ്ങനെയാണ് കോസ് ചെയ്യുന്നത്? ബിക്കോസ് ഹയർ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ഓക്സിജൻ ഒരിക്കലും പ്ലസ് ചാർജായിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അത് വേഗം ഓക്സിജൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി അത് ക്യാൻസൽ ചെയ്തിട്ട് കറക്റ്റ് ഈ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കും. ഡ്യൂ ടു ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ഓക്സിജൻ ദ പൈ ബോണ്ടിങ് ഇലക്ട്രോൺസ് ആർ ലോക്കലൈസ്ഡ് ഓൺ ഓക്സിജൻ and cause C+O- polarization. Molecular orbital energy level diagram shows that the HOMO has a sigma symmetry and the HOMO is localized on carbon, not on oxygen, because the effective nuclear charge or electronegativity of carbon is less than that of oxygen. The HOMO of CO ligand donates its lone pair of electron to the empty orbital of suitable symmetry on the metal to form MCO sigma bond. അതായത് ഇതും ഹോമോ എന്ന് പറഞ്ഞത് നമുക്കറിയാം കാർബൺ മോണോക്സൈഡിൽ 14 ഇലക്ട്രോൺ സ്പീഷീസ് ആണെന്ന് അറിയാം. സോ ഇതിൻ്റെ എങ്ങനെയാണെന്ന് നോക്കാം. അതും മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രം വെച്ചിട്ടാണ്. ദ മോളിക്കുലർ ഓർബിറ്റൽ എനർജി ഡയഗ്രം ഷോസ് ദാറ്റ് ദ ഹോമോ ഹാസ് എ സിഗ്മ സിമെട്രി. അതായത് ഹയസ്റ്റ് ഓക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ സിഗ്മ സിമെട്രി ആണ് ഉള്ളത്. സോ ദ ഹോമോ ഇസ് ലോക്കലൈസ്ഡ് ഓൺ കാർബൺ. കാരണം അത് സിഗ്മ നോൺ ബോണ്ടിങ്ങിലാണ്, അത് ലോക്കലൈസ്ഡ് ആണ്. സോ ആ ഹയസ്റ്റ് ഓക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ കാർബണിലാണ്
localized and not on oxygen because the effective nuclear charge or electronegativity of carbon is less than that of oxygen. So the HOMO of CO ligand donates its lone pair of electrons to the empty orbital of suitable symmetry on the metal. അത് മെറ്റലിൻ്റെ empty ഓർബിറ്റലിലോട്ട് ഡൊണേറ്റ് ചെയ്യും. അങ്ങനെയാണ് MCO സിഗ്മ ബോണ്ട് ഫോം ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് സോ ദിസ് ഇസ് സിഗ്മ നോൺ ബോണ്ടിങ്. അതായത് ഇപ്പോൾ ഇവിടെ CO എന്നുള്ളതിന് മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇത് 14 ഇലക്ട്രോൺസ് കൺസിഡർ ചെയ്യാം. 14 ഇലക്ട്രോൺസ് എന്ന് വെച്ചാൽ ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12 രണ്ടെണ്ണത്തിലും വരുമല്ലോ. പിന്നെ 13 14. സോ സിഗ്മ NBയിലാണ്. ഇതാണ് ഹയസ്റ്റ് ഓക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ. ഇത് കാർബണിൻ്റെ മോളിക്കുലർ ഓർബിറ്റലാണ്. സോ അത് ഈ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള നോൺ ബോണ്ടിങ്ങിലുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കാർബണിലുള്ളതാണ്. സോ കാർബൺ ഈ ഹോമോയിൽ നിന്നാണ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് മെറ്റലിൻ്റെ empty d ഓർബിറ്റലിലേക്ക് പോവുക. അങ്ങനെ മെറ്റൽ അതായത് ഇവിടെ നിന്നും ഈ ഹോമോയിൽ നിന്നും ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഓഫ് കാർബൺ ആറ്റം മെറ്റലിലോട്ട് ഡൊണേറ്റ് ചെയ്യുമ്പോഴാണ് MC സിഗ്മ മെറ്റൽ കാർബൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ അതായത് ഇപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്ത കാർബണിൻ്റെ ലോൺ പെയർ ഉണ്ട്, ഓക്സിജൻ്റെ ലോൺ പെയർ ഉണ്ട്. ഹോമോ കാർബണിലുള്ള നോൺ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിലെ ലോൺ പെയർ ആണ് ഹോമോ ആയിട്ട് വരുന്നത്. സോ അതാണ് കാർബണിലുള്ള ലോൺ പെയർ ആണ് മെറ്റലിലെ empty d ഓർബിറ്റലിലോട്ട് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തിട്ട് ഇങ്ങനൊരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത്. അതാണ് ഈ MC സിഗ്മ ബോണ്ട് എന്ന് കാണിക്കുന്നത്. ഓക്കെ, സോ സിഗ്മ ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതാണ് MCO സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡിന് എന്തുണ്ട്, വേക്കൻ്റ് ആയിട്ടുള്ള ല്യൂമോ അതായത് ല്യൂമോ പൈ സ്റ്റാർ ഓർബിറ്റൽസും ഉണ്ട്, വിച്ച് ആർ ഓൾസോ ലോക്കലൈസ്ഡ് ഓൺ കാർബൺ. നിങ്ങൾക്ക് അറിയാമല്ലോ പൈ സ്റ്റാർ ഓർബിറ്റലിന് കാർബണിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. സോ അതും ലോക്കലൈസ്ഡ് പൈ സ്റ്റാർ മോളിക്കുലർ ഓർബിറ്റൽസ് ആണ് ല്യൂമോ ആയിട്ട് വരുന്നത് കാർബൺ മോണോക്സൈഡിൽ. സോ ഈ പൈ സ്റ്റാർ ഓർബിറ്റലിലോട്ട് അതായത് empty പൈ സ്റ്റാർ ആൻറ്റിബോഡി മോളിക്കുലർ ഓർബിറ്റൽസിൽ മെറ്റലിൻ്റെ ഫീൽഡ് d ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺസ് വേക്കൻ്റ് ആയിട്ടുള്ള പൈ സ്റ്റാർ ഓർബിറ്റൽസിലോട്ട് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും. The orbitals have correct symmetry to overlap with non-bonding metal d orbitals that have pi symmetry. Okay, that have pi symmetry such as the T2G orbitals in octahedral complex. A metal atom having electrons in a d orbital of suitable symmetry can donate electron density to the LUMO pi star of CO. Carbon monoxide, the metal atom having electrons in d orbital of suitable symmetry. So അതായത് suitable symmetry ഉള്ള ഇലക്ട്രോൺസ് ഉള്ള മെറ്റൽ ആറ്റത്തിന് ഇലക്ട്രോൺ ഡെൻസിറ്റി ഡൊണേറ്റ് ചെയ്യാൻ പറ്റും ടു ദ LUMO pi star of CO. ഓക്കെ, കാർബൺ മോണോക്സൈഡിന് empty പൈ സ്റ്റാർ ല്യൂമോയിലേക്ക് ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് പൈ ഇൻട്രാക്ഷനിൽ പൈ ബോണ്ട് ഫോം ചെയ്യുക. ദിസ് പൈ ഇൻട്രാക്ഷൻ ലീഡ്സ് ടു ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ഫിൽഡ് d orbital of suitable symmetry on the metal atom into the empty pi star orbital on the CO ligands. Okay, because of the electron densities flowing from the metal d orbitals onto the pi star orbitals on ligand. ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഫ്ലോ ചെയ്യുന്നത് മെറ്റലിൻ്റെ d ഓർബിറ്റലിൽ നിന്നും പൈ സ്റ്റാർ ഓർബിറ്റൽ ഓഫ് ലിഗാൻഡ് ആയതുകൊണ്ട് ഈ ഒരു ഡൊണേഷനെയാണ് പൈ ബാക്ക് ഡൊണേഷൻ അല്ലെങ്കിൽ പൈ ബാക്ക് ബോണ്ടിങ് എന്ന് പറയുക. അതിന് പൈ ബാക്ക് ബോണ്ടിങ് എന്ന് പറയും. ഓക്കെ, മോണോക്സൈഡിൽ കാർബണിലെ ലോൺ പെയേഴ്സ് മെറ്റലിലോട്ട് പോയിട്ടൊരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ മെറ്റലും അതിൻ്റെ ഫിൽഡ് d ഓർബിറ്റലിൽ നിന്നും കാർബൺ മോണോക്സൈഡ് ലിഗാൻഡിലേക്ക് ഇലക്ട്രോൺ തിരിച്ചും കൊടുക്കും. ഓക്കെ, അപ്പോൾ തിരിച്ചു കൊടുക്കുന്നതിനാണ് ബാക്ക് തിരിച്ചു കൊടുക്കുക. അതാണ് ബാക്ക് ബോണ്ടിങ് അല്ലേ, ബാക്ക് ഡൊണേറ്റ് ചെയ്യുക. അതാണ് ബാക്ക് ഡൊണേഷൻ അല്ലെങ്കിൽ ബാക്ക് ബോണ്ടിങ് പറയുക. സോ CO ligand is said to be a strong pi acceptor. CO ligand is considered as a good. അതുകൊണ്ടാണ് CO ligandനെ strong pi acceptor ligand എന്ന് പറയാൻ കാരണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അതെന്തുകൊണ്ടാണ് സിഗ്മ ഡോണറും പൈ അക്സെപ്റ്ററും ആയിരുന്നു പറഞ്ഞു. അതിൻ്റെ റീസൺ ആണിത്. ഓക്കെ, ഇവിടെ ഇത് സിഗ്മ ബോണ്ടിങ് ആണ്. അതായത് കാർബണിൽ നിന്നും ലോൺ പെയർ മെറ്റൽ empty d ഓർബിറ്റലിൽ പോകണം. അങ്ങനെ സിഗ്മ ബോണ്ടിങ് ഫോം ചെയ്യുന്ന ഒരു ഇൻട്രാക്ഷൻ ആണ്. ആൻഡ് ഇവിടെ പൈ ബാക്ക് ബോണ്ടിങ് കാണിച്ചു തന്നെയുള്ളൂ. അതായത് മെറ്റലിൻ്റെ ഫിൽഡ് d ഓർബിറ്റലിൽ നിന്നും കാർബണിൻ്റെ പൈ സ്റ്റാർ ഓർബിറ്റൽസിലോട്ട് ഇലക്ട്രോൺസ് ഫ്ലോ, അത് പൈ ബാക്ക് ബോണ്ടിങ് ഫോം ചെയ്യാം. സോ ഇതാണ് സിഗ്മ ഡോണറും ആൻഡ് പൈ അക്സെപ്റ്റിംഗ് പ്രോപ്പർട്ടിയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ്.
ഇവിടെ ബോത്ത് സിഗ്മ ആൻഡ് പൈ ബോണ്ടിങ് ഉണ്ട് അല്ലേ, അത് റെയിൻഫോഴ്സ് ഈച്ച് അതർ. ഇവിടെ രണ്ട് കാർബൺ ടു മെറ്റൽ സിഗ്മ ബോണ്ടിങ്ങും മെറ്റൽ ടു കാർബൺ പൈ ബോണ്ടിങ് ഉണ്ട്. അത് പരസ്പരം സ്ട്രെങ്തൻ ചെയ്യും. അങ്ങനെ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒന്നും അങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ തിരിച്ചും അങ്ങോട്ടേക്ക് ബാക്ക് ഡൊണേഷൻ ഉണ്ട്. സോ അങ്ങനെ പരസ്പരം രണ്ടും സ്ട്രെങ്തൻ ഈച്ച് അതർ, ഈ റെയിൻഫോഴ്സ് ഈച്ച് അതർ. ദി ഫോർമേഷൻ ഓഫ് സിഗ്മ ബോണ്ട് റിസൾട്ട്സ് ഇൻ ഇൻക്രീസ് ഇൻ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓൺ മെറ്റൽ. അപ്പോൾ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത് മെറ്റലിൽ, അതായത് കാർബണിൽ നിന്ന് മെറ്റലിലേക്ക് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്തിട്ട് സിഗ്മ ബോണ്ട് ചെയ്യുമ്പോൾ അത് മെറ്റലിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റിയാണ് കൂട്ടുന്നത്. ആൻഡ് ടെൻസ് ടു മേക്ക് ദ CO ലിഗാൻഡ് പോസിറ്റീവ്. അവിടെ മെറ്റലിൽ നെഗറ്റീവും ആവും, CO ലിഗാൻഡ് പാർഷ്യൽ പോസിറ്റീവ് ചാർജും ആവും. ബോത്ത് ദി ഇൻക്രീസ് ഇൻ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓൺ ദ മെറ്റൽ ആൻഡ് പോസിറ്റീവ് ചാർജ് ഓൺ CO ഇൻക്രീസസ് ദ പൈ അക്സെപ്റ്റിംഗ് എബിലിറ്റി ഓഫ് CO. അതായത് മെറ്റലിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുക, അല്ലെങ്കിൽ COയിലുള്ള പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ COയിൽ പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്താൽ അത് അതിൻ്റെ പൈ അക്സെപ്റ്റിംഗ് എബിലിറ്റി കൂടും. ഓക്കെ, അത് ഒരുപാട് എക്സസ് പോസിറ്റീവ് ചാർജ് കളയാൻ അത് ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ പൈ അക്സെപ്റ്റിംഗ് എബിലിറ്റി, അങ്ങനെയാണ് കാർബൺ മോണോക്സൈഡിൻ്റെ കൂടുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഗുഡ് പൈ അക്സെപ്റ്റർ എന്ന് പറയാൻ തന്നെ കാരണം. ഇതിലേക്ക് എക്സ്പ്ലനേഷനാണിത്. Greater electron density on the metal and greater partial positive charge on CO can make the effective return of electron density from. അപ്പോൾ മെറ്റലിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടിയാൽ എന്തായാലും കുറയ്ക്കാൻ നോക്കും. ആ കുറയ്ക്കാൻ നോക്കുന്നതാണ് ഇലക്ട്രോൺ ഡെൻസിറ്റിനെ മെറ്റൽ ഡി ഓർബിറ്റലിൽ നിന്നും പൈ സ്റ്റാർ ഓർബിറ്റൽ ഓഫ് COയിലേക്ക് അങ്ങനെ ഒരു ഇലക്ട്രോൺ ഫ്ലോ നടത്തിയിട്ട്. Okay, as the electron density delocalized on the metal d orbital onto pi star orbital of CO increases, further electron flow from CO to metal d orbital results. അതായത് രണ്ടും പറയുകയാണ് പരസ്പരം. CO മീൻസ് കാർബണിൽ നിന്ന് മെറ്റലിലോട്ട് സിഗ്മ ബോണ്ട് അങ്ങനെ ഇലക്ട്രോൺ ഫ്ലോ നടന്നിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്താൽ തിരിച്ച് ബാക്ക് ഡൊണേഷനായിട്ട് മെറ്റലിലെ ഫിൽഡ് ഡി ഓർബിറ്റൽസിൽ നിന്നും COൻ്റെ പൈ സ്റ്റാർ ഓർബിറ്റൽസിലോട്ട് ബാക്ക് ഡൊണേഷൻ നടക്കും. അപ്പോൾ അങ്ങോട്ടേക്ക് കൊടുത്താൽ അങ്ങോട്ടേക്കും തിരിച്ച് കൊടുക്കും. അങ്ങനെ ഒരു പരസ്പരം സ്ട്രെങ്തൻ ചെയ്യും എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ദ റിസൾട്ട് ഓഫ് ദിസ് ടു വേ ഇലക്ട്രോൺ ഫ്ലോ ഈസ് ദാറ്റ് ദ മെറ്റൽ ലിഗാൻഡ് ബോണ്ട് ഇസ് സ്ട്രോങ്ങർ ദാൻ സം ഓഫ് ദി അതായത് ഇപ്പോൾ ഐസൊലേറ്റഡ് ആയിട്ടുള്ള, അതായത് കാർബണിൽ നിന്ന് പോകുന്ന മെറ്റലിലേക്ക് ഇലക്ട്രോൺ ഫോം ചെയ്യുമ്പോൾ ആ സിഗ്മ ബോണ്ടും അല്ലെങ്കിൽ മെറ്റൽ ടു CO അങ്ങനെ അത് പൈ ബോണ്ട്, ഓക്കെ, അങ്ങനെ ഫോം ചെയ്യുന്ന ആ പൈ ബോണ്ട് അത് അങ്ങനെ ഐസൊലേറ്റഡ് ബോണ്ട്സ് എടുത്താൽ, ഓക്കെ, ഐസൊലേറ്റഡ് ആയിട്ടുള്ള ആ ബോണ്ട് കൺസിഡർ ചെയ്താൽ അതിനെക്കാട്ടിലും സ്ട്രോങ്ങർ ആയിരിക്കും ടോട്ടൽ ഓവറോൾ വരുന്ന മെറ്റൽ ലിഗാൻഡ് ബോണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു മ്യൂച്വൽ സ്ട്രെങ്തനിങ് ഉണ്ട്. പരസ്പരം ഒരു മ്യൂച്വൽ സ്ട്രെങ്തനിങ് ഓഫ് സിഗ്മ ആൻഡ് പൈ ബോണ്ടിങ് ഈസ് കോൾഡ് സൈനർജിസം ആൻഡ് ദിസ് ഇഫക്റ്റ് ഈസ് കോൾഡ് സൈനർജിസ്റ്റിക് ഇഫക്റ്റ് എന്ന് പറയും. ഇറ്റ് ഈസ് സൈനർജിസ്റ്റിക് ഇഫക്റ്റ്. ദെൻ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ മെറ്റൽ ടു ലിഗാൻഡ് പൈ ബാക്ക് ബോണ്ടിങ് റിസൾട്ട്സ് ഇൻ ദി ഇൻക്രീസ് ഇൻ MC ബോണ്ട് സ്ട്രെങ്ത്. ഓക്കെ, ദ മെറ്റൽ ടു ലിഗാൻഡ് പൈ ബാക്ക് ബോണ്ടിങ് ആണ്. അത് ബാക്ക് ബോണ്ടിങ് MC ബോണ്ട് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. ബോണ്ട് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബോണ്ട് ഓർഡറും ഇൻക്രീസ് ചെയ്യും. സിൻസ് ദ പൈ ബാക്ക് ബോണ്ടിങ് റിസൾട്ട്സ് ഇൻ ദ ഓക്യുപ്പേഷൻ ഓഫ്, അതിനത് CO ലിഗാൻഡിലുള്ള പൈ സ്റ്റാർ ഓർബിറ്റലിലോട്ടാണ് പൈ ബാക്ക് ബോണ്ടിങ് കാരണം ഇലക്ട്രോൺ നടക്കുന്നുണ്ട്. അപ്പോൾ പൈ സ്റ്റാർ ഓർബിറ്റൽ പറഞ്ഞാൽ ലെസ്റ്റ് സ്റ്റെബിലിറ്റി ഉള്ളത്, അതായത് ഹയസ്റ്റ് എനർജി ഉള്ളതാണ്. പൈ സ്റ്റാർ ഹൈ എനർജി ഉള്ളതാണ്. സോ അത് വീക്കൻ ചെയ്യും. ഓക്കെ, അതിൽ ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്ത് CO ബോണ്ട് ഓർഡറും ബോണ്ട് സ്ട്രെങ്ത്തും വീക്കൻ ചെയ്യും, ഡിക്രീസസ്. ദെയർഫോർ CO ബോണ്ട് ബിക്കംസ് ലോങ്കർ ആൻഡ് വീക്കർ. ഓൾട്ടർനേറ്റീവ്ലി അപ്പോൾ ഇവിടെ MC ബോണ്ട്, അതായത് ഒരു ബോണ്ട് സ്ട്രോങ് ആകുമ്പോൾ വേറെ ബോണ്ട് ഓട്ടോമാറ്റിക്കലി വീക്കാവും. അവിടെ MC ബൈ ബാക്ക് ഡൊണേഷൻ കാരണം MC ഡബിൾ ബോണ്ടിങ്, അതായത് മെറ്റൽ കാർബണിന് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ബോണ്ട് അങ്ങനെ സ്ട്രോങ് ആവുന്നുണ്ട് ബൈ ബാക്ക് ബോണ്ടിങ് വഴി. അപ്പോൾ അവിടെ MC ബോണ്ടിങ് ഇൻക്രീസ് ചെയ്യും, എന്നാൽ CO മൾട്ടിപ്പിൾ ബോണ്ട് CO ബോണ്ട് ഓർഡർ കുറയും. അപ്പോൾ ഇതിന് നമ്മളങ്ങനെ M സിംഗിൾ ബോണ്ട്, C ട്രിപ്പിൾ ബോണ്ട്, O ഇത് ഇങ്ങനെ ജനറലി റെപ്രസെൻ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും അതിൻ്റെ ഒരു റെസൊണൻസ് സ്ട്രക്ചർ, അതായത് M ഡബിൾ ബോണ്ട്, C ഡബിൾ ബോണ്ട്, O ഇങ്ങനെയുള്ളൊരു റെസൊണൻസ് സ്ട്രക്ചർ പോസിബിൾ ആണ്. കാരണം MC ബോണ്ട് സ്ട്രെങ്ത് സിംഗിൾ ബോണ്ട് പോയിട്ട് ഡബിൾ ബോണ്ട് ആവുന്നുണ്ട്, എന്നിവിടെ ട്രിപ്പിൾ ബോണ്ട് പോയിട്ട് ഡബിൾ ബോണ്ട് ആവണം. അപ്പോൾ ഇത് വീക്കൻ ചെയ്യുന്നുണ്ട്, MC ബോണ്ടാണ് സ്ട്രെങ്തൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു റെസൊണൻസ് സ്ട്രക്ചർ പോസിബിൾ ആണ്. ഇനി ഇഫ് ദ മെറ്റൽ ഇസ് ഇൻ ഹൈ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതായത് രണ്ട് കേസസ് ഉണ്ട്. ഫസ്റ്റ് കേസിൽ മെറ്റൽ ഹൈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയുമ്പോൾ +2 +3 അങ്ങനെയുള്ള അതിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്, അല്ലെ മെറ്റൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവായതുകൊണ്ടാണ് അത് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ളത്. അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവാണെങ്കിൽ അതിന് ബാക്ക് ബോണ്ടിങ്, അതായത് ഇലക്ട്രോൺസ് കൊടുക്കാൻ പറ്റില്ല നേരെ, അപ്പോൾ പുവർ ബാക്ക് ബോണ്ടിങ് ആയിരിക്കും.
സോ ദ ബോണ്ട് ഓർഡർ ഓഫ് എം സി ഈസ് ക്ലോസ് ടു 1. അപ്പോൾ ബാക്ക് ഡൊണേഷൻ ഇല്ലെങ്കിൽ ഇതിൻ്റെ ബോണ്ട് ഓർഡർ കറക്റ്റ് 1 ആയിരിക്കും. കാരണം ക്ലോസ് ടു 1 ആയിരിക്കും. കാരണം അതിന് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ബാക്ക് ബോണ്ടിങ് ഇല്ലാത്തത് കൊണ്ട്, കാരണം അത് ഇലക്ട്രോൺ എഫിഷ്യൻ്റ് ആയതുകൊണ്ട് മെറ്റൽ ഹൈ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാകുമ്പോൾ. അപ്പോൾ അവിടെ CO ബോണ്ട് ക്ലോസ് ടു 3 ആയിരിക്കും അതിൻ്റെ ബോണ്ട് ഓർഡർ. അപ്പോൾ അത് ഈ ഒരു കേസിൽ, അതായത് ഹൈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആകുമ്പോൾ മെറ്റൽ M സിംഗിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് O, ഈ ഒരു കേസിലാണത് നിൽക്കുക. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഇഫ് ദ മെറ്റൽ ഈസ് ഇൻ ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അവിടെ ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാകുമ്പോൾ അതായത് ഇലക്ട്രോൺ റിച്ച് ആണെന്നാണ് അർത്ഥം. ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -3 -2 അങ്ങനെ ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെങ്കിൽ അവിടെ ഇലക്ട്രോൺ റിച്ച് ആണ് മെറ്റൽ. അപ്പോൾ ഇലക്ട്രോൺ റിച്ച് ആയതുകൊണ്ട് ഇലക്ട്രോൺ ഫ്ലോ, അതായത് പൈ ബാക്ക് ഡൊണേഷൻ ഈസി ആയിട്ട് പറ്റും. അപ്പോൾ സ്ട്രോങ് പൈ ബാക്ക് ബോണ്ടിങ് ആയിരിക്കും. ഓക്കെ, ഇത് സ്ട്രോങ് പൈ ബാക്ക് ബോണ്ടിങ് ആയിരിക്കും ബിറ്റ്വീൻ ദ മെറ്റൽ ആൻഡ് CO ആൻഡ് ദ ബോണ്ട് ഓർഡർ ഓഫ് ബോത്ത് MC. അവിടെ MC ആ ബോണ്ട് ഓർഡർ കൂടും. ഓക്കെ, പൈ ബാക്ക് ഡൊണേഷൻ കൂടിയെന്ന് പറഞ്ഞാൽ MC ബോണ്ട് സ്ട്രെങ്തൻ ആവുകയാണ്. അപ്പോൾ അവിടെ MC ബോണ്ട് ഓർഡർ കൂടും. എന്നാൽ C ട്രിപ്പ്, അതായത് MC ബോണ്ട് ഓർഡർ 2 മീൻസ് അത് രണ്ടും MC ബോണ്ട് ഓർഡറും CO ബോണ്ട് ഓർഡറും ക്ലോസ് ടു 2 ആയിരിക്കും. അവിടെ അത് M ഡബിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് O അങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് രണ്ട് കേസസ്. ഒന്ന് ഹൈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ദ മെറ്റലും പിന്നെ ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ദ മെറ്റലും. സോ മെറ്റൽ കാർബോണിൽസ് ക്യാരക്ടറൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയാണ്. കാരണം അവിടെ CO സ്ട്രെച്ചിങ് ഫ്രീക്വൻസീസ് ഗീവ് വെരി സ്ട്രോങ് ഷാർപ്പ് ബാൻഡ്സ് ഇൻ വെരി അൺക്രൗഡഡ് റീജിയൻ ഓഫ് ദിസ്. അതായത് ഇവിടെ ബാൻഡ്സ് ആണ് IR സ്പെക്ട്രത്തിലാണ്. CO സ്ട്രെച്ചിങ് ഫ്രീക്വൻസീസ് ഗീവ് strong sharp band in IR spectrum. So trends in CO bond lengths and their IR stretching frequencies are in general agreement with the pi back bonding model. So this is vibrational frequency of a bond. Okay, that is depends on the strength of the bond, which is measured by the force constant. Vibrational frequency അല്ലെങ്കിൽ ആ വേവ് നമ്പർ എന്ന് പറയുന്നത് അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 1/2πc റൂട്ട് ഓഫ് K ബൈ മ്യൂ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. K എന്ന് പറയുന്നത് ഫോഴ്സ് കോൺസ്റ്റൻറ്റ് ആൻഡ് മ്യൂ എന്ന് പറയുന്നത് റിഡ്യൂസ്ഡ് മാസ്, C വെലോസിറ്റി ഓഫ് ലൈറ്റ്. സോ K ഫോഴ്സ് കോൺസ്റ്റൻറ്റ്, മ്യൂ റിഡ്യൂസ്ഡ് mass for atoms of mass M1 and M2. So here ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ M1 M2 എന്നുള്ള രണ്ട് ആറ്റംസിനെ കൺസിഡർ ചെയ്ത മ്യൂ എന്ന് പറയുന്നത് M1 M2 by M1 plus M2. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. C is the velocity of light, which is 3 × 10⁻10 centimeter per second inverse, 10 centimeter per second inverse. Okay, ന്യൂ ബാർ is proportional to, ആ വേവ് നമ്പർ is proportional to root of K. അതായത് strength of the bond between two atoms increases. രണ്ട് ആറ്റം തമ്മിലുള്ള സ്ട്രെങ്ത് ഓഫ് ദ ബോണ്ട് ഇൻക്രീസ് ചെയ്ത് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഓഫ് ദ ബോണ്ട് ഇൻക്രീസസ്. അതിൻ്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കൂടും. ആൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ദ കറസ്പോണ്ടിങ് ബോണ്ട് വിൽ ബി ഹയർ ഇൻ ദ ഇൻഫ്രാറെഡ് സ്പെക്ട്രം. സോ അതിൻ്റെ ഒരു ഫ്രീക്വൻസി, ആ വേവ് നമ്പർ, ആ ഒരു ബോണ്ടിൻ്റെ വേവ് നമ്പർ ഹയർ ആയിരിക്കും ഇൻഫ്രാറെഡ് സ്പെക്ട്രത്തിൽ. അതായത് ബോണ്ട് സ്ട്രെങ്ത്, ഫോഴ്സ് കോൺസ്റ്റൻറ്റ് പറഞ്ഞാൽ ബോണ്ട് സ്ട്രെങ്ത്ത്, രണ്ട് ഐറ്റംസ് തമ്മിലുള്ള ബോണ്ട് സ്ട്രെങ്ത്ത് കൂടി എന്ന് പറഞ്ഞാൽ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കൂടും. കാരണം ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. സോ അതിൻ്റെ ഫ്രീക്വൻസി ഹയർ ആയിട്ട് നമുക്ക് IR സ്പെക്ട്രത്തിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇനി ന്യൂ ബാർ ഇസ് പ്രൊപ്പോർഷണൽ ടു 1/√of അല്ലേ, റിഡ്യൂസ്ഡ് മാസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി. സോ ആസ് ദ റിഡ്യൂസ്ഡ് മാസ് ഓഫ് ദ ആറ്റം ഇൻക്രീസസ്, സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഡിക്രീസസ്. സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഇപ്പോൾ ഒരു ഫ്രീ CO, അതായത് കാർബൺ മോണോക്സൈഡ് മോളിക്യൂൾ മാത്രം എടുത്ത് അതിൻ്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി 2143 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ് കിട്ടുക, അല്ലെങ്കിൽ വേവ് നമ്പർ. എന്നാൽ ഒരു CrCO6 എന്നുള്ളൊരു കോംപ്ലക്സ് എടുത്താൽ അതിൻ്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കുറഞ്ഞിട്ട് കിട്ടും. 2000 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആയിട്ട് അതിൻ്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കുറയും. കാരണം COയ്ക്ക് വെറും നിൽക്കുന്ന ഐസൊലേറ്റഡ് ആയിട്ടുള്ള COയ്ക്ക് മാസ് കുറവാണ്. അതുകൊണ്ട് ഇതിൻ്റെ റിഡ്യൂസ്ഡ് മാസ് കുറവാണ്. അതുകൊണ്ട് ഇതിൻ്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കൂടുതലാണ്. ഓക്കെ, എന്നാൽ CrCO6 എടുത്താൽ രണ്ട് ആറ്റവും കുറച്ച് ഇപ്പോൾ ക്രോമിയം ഉണ്ട്, അതുകൊണ്ട് നല്ല ഹൈ മാസ് ഉള്ളതാണ്. അതായത് റിഡ്യൂസ്ഡ് മാസ് കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കുറവായിട്ടാണ് കിട്ടുക. Okay, this explanation of this is that the back bonding populates the pi star on CO and reduce. ഇപ്പോൾ ഇവിടെ ബാക്ക് ബോണ്ടിങ് വന്നിട്ട് pi star on CO അതിനാണ് പോപ്പുലേറ്റ് ചെയ്യുക, അതിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യും. ആൻഡ് റിഡ്യൂസസ് ദ ബോണ്ട് ഓർഡർ ഓഫ് CO ടുവേർഡ്സ് 2. അവിടെ ബോണ്ട് ഓർഡർ ഓഫ് CO കുറയും.
അല്ലെ പൈ ബാക്ക് ബോണ്ടിങ് ബോണ്ട് ഓർഡർ ഓഫ് CO കുറയും, 3 പോയിട്ട് 2 ആവും, ആൻഡ് ദർഫോർ റിസൾട്ടിങ് ഇൻ ലെങ്തനിങ് ആൻഡ് വീക്കനിങ് ഓഫ് CO ബോണ്ട്, ലെങ്തനിങ് ആൻഡ് അതായത് വീക്കനിങ് ഓഫ് CO ബോണ്ടാണ് അവിടെ നടക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് അതാണ് ഇവിടെ പൈ ബോണ്ടിൻ്റെ അവിടെ ഒരു എവിഡൻസ് ഉണ്ട് അല്ലേ, പൈ ബാക്ക് ബോണ്ടിങ്ങിൻ്റെ ഒരു എവിഡൻസ് ഉണ്ട്. അത് CO ബോണ്ടിനെ വീക്കൻ ചെയ്യും. ഐസൊലേറ്റഡ് സിയോയുടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കൂടുതലാണ്, അതർവൈസ് അത് കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കുറയുന്നുണ്ട്. അതൊക്കെ പൈ ബാക്ക് ബോണ്ടിങ് കാരണമാണ്. ദാറ്റ് ഈസ് ദി എക്സ്പ്ലനേഷൻ by this IR spectroscopy. Okay, that's all for today's video, and thank you.